ഈ മയക്കുമരുന്നിന്റെ അടിമകളായി മാറാൻ കേരളത്തിൽ ആരുമില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു യുവതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യം. ഇന്ന് 3 ഘട്ടങ്ങളാണ് ഈ പരിപാടിക്ക്, 3 ഘടകങ്ങളാണ് ഈ പരിപാടിക്കുന്നത്. ഒന്ന് ഓപ്പറേഷൻ സ്ട്രൈക്ക്. കേരള പോലീസ് ഊർജ്ജസ്വലമായി കേരളത്തിലുടനീളം ഈ മയക്കുമരുന്നിന്റെ വ്യാപാരികളെ, അല്ല ഞാൻ അവരെ മറ്റൊരു പേരിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, മരണത്തിന്റെ വ്യാപാരികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പോലീസ് ആക്ഷൻ, അതാണ് തൂഫാൻ സ്ട്രൈക്ക്. 2 തൂഫാൻ വാരിയേഴ്സ്. നമ്മളെല്ലാവരും തൂഫാൻ വാരിയേഴ്സ് ആണ്. ഇതിന്റെ ആദ്യത്തെ തൂഫാൻ വാരിയർ പ്രശസ്ത സിനിമാ നടൻ ശ്രീ മോഹൻലാൽ സ്വയം അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അതേ തുടർന്ന് ഇന്നും നാളെയുമായി തൂഫാൻ വാരിയേഴ്സായി മാറുകയാണ്. NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും കേരളത്തിലെ തൂഫാൻ വാരിയേഴ്സായി മാറുകയാണ്. എവിടെ മയക്കുമരുന്നിന്റെ വ്യാപനമുണ്ടോ ആ വാരിയേഴ്സ് പോലീസിനെ അറിയിക്കും, ബോധവൽക്കരണത്തിന് നേതൃത്വം കൊടുക്കും, കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഒരു വലിയ പോരാട്ടം ഈ തൂഫാൻ വാരിയേഴ്സ് സമൂഹത്തിൽ ഏറ്റെടുക്കും. അതാണ് തൂഫാൻ വാരിയേഴ്സിന്റെ ലക്ഷ്യം. 3ാമത്തേത് തൂഫാൻ കെയർ. ഇതിന് അടിമകളായി പോയിട്ടുള്ള ആളുകളെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മഹാദൗത്യം, അതാണ് തൂഫാൻ കെയർ. ജീവിതത്തിൽ ഒന്നും അറിയാതെ പെട്ടുപോകുന്ന സാധാരണക്കാരുണ്ട്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ വേണ്ടിയുള്ള സർക്കാരിന്റെ നീക്കമാണ് തൂഫാൻ കെയർ. ഈ 3 പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനെല്ലാ വിദ്യാർത്ഥികളുടെയും പിന്തുണ ഉണ്ടാകണം, സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകണം. നമ്മുടെ ലൈഫിൽ ആര് വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് അല്ലേ? അതുപോലെ നമ്മുടെ ക്യാമ്പസ് എങ്ങനെയാകണം എന്നുള്ളത് നമ്മളുടെ ചോയ്സ് ആകണം. തൂഫാൻ ഫ്ലാഗ് ഒരു പ്രതീകാത്മകമാണ്. ഞാൻ ഇവിടെ ഉയർത്തിയ ഈ തൂഫാൻ ഫ്ലാഗ് ഒരു പ്രതീകാത്മകതയാണ്. നോട്ട് ടു ഡ്രഗ്സ്. ഡ്രഗ്സ് ഉപയോഗിക്കില്ല, ജീവിതത്തിൽ ഡ്രഗ്സ് കൈകൊണ്ട് തൊടില്ല, ലഹരിക്ക് അടിമയാകില്ല എന്ന സന്ദേശമാണ് ഈ ഫ്ലാഗ് നമുക്ക് നൽകുന്നത്. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് ഞാൻ എൻ്റെ ക്യാമ്പസിന്റെ കാവലാളാണെന്നാണ്. ഈ സ്കൂളിലെ കുട്ടികൾ പറയുന്നത് ഞാൻ എൻ്റെ ക്യാമ്പസിന്റെ കാവലാളാണ്, ഞാൻ എൻ്റെ ക്യാമ്പസിൽ മയക്കുമരുന്ന് കയറ്റുകയില്ല, അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. എല്ലാവരും ഇന്ന് തൂഫാൻ ബാഡ്ജ് ധരിക്കുന്ന ദിവസമാണ്, തൂഫാൻ വാരിയേഴ്സിന്റെ ബാഡ്ജ്. ആ വാരിയേഴ്സിന്റെ ലക്ഷ്യം ഒരു കാരണവശാലും മയക്കുമരുന്ന് എന്റെ സ്കൂളിൽ കയറ്റില്ല, എന്റെ കോളേജിൽ കയറ്റില്ല, ഞാനിവിടെ അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് തൂഫാൻ വാരിയേഴ്സ് പ്രവർത്തിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ വെറും ഒരു ട്രെൻഡിങ് ന്യൂസ് അല്ല, മാസ് ആക്ഷൻ ആണ്. ഇതൊരു മാസ് ആക്ഷൻ ആണ്. കേവലം പോലീസ് മാത്രമല്ല ഇത് ചെയ്യേണ്ടത്, ജനങ്ങൾ മുന്നോട്ട് വരണം. എനിക്ക് സന്തോഷമുണ്ട്, ഇന്ന് ഒരു കാലത്ത് കേരളത്തിൽ മയക്കുമരുന്നുകാരെയും ഗുണ്ടകളെയും ആണ് ജനങ്ങൾക്ക് പേടിയാണെങ്കിൽ ഇന്ന് ഗുണ്ടകളും മയക്കുമരുന്ന് കച്ചവടക്കാരും ജനങ്ങളെ പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് സന്തോഷപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.